എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കണ്ണൂർ കോക്ടെയിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. കണ്ണൂരുകാരുടെ സ്പെഷ്യലായിട്ടുള്ള കോക്ടെയിലാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ക്യാരറ്റ് ഞാൻ അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേവുന്നതിന് ആവശ്യമായിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നല്ലപോലെ സോഫ്റ്റായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. പിന്നെ നല്ല പഴുത്ത പപ്പായ വേണം. ഇത് മുഴുവനും നമുക്ക് ആവശ്യമില്ല കേട്ടോ, കുറച്ച് മാത്രം മതി. പപ്പായ ക്യാരറ്റാണ് നമ്മൾ കൂടുതൽ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഒരു കഷ്ണം പപ്പായ അരിഞ്ഞിട്ട് അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഴുത്ത നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന പപ്പായ ആണെങ്കിൽ ഇത്രയും ടേസ്റ്റ് വരില്ല. നാടൻ പപ്പായ നല്ലപോലെ പഴുത്തതാണെങ്കിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റിലേക്ക് എത്തുള്ളൂ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിൽക്ക് മെയ്ഡും കൂടി ചേർത്താലാണ് കുറച്ചുകൂടി ടേസ്റ്റ്. പിന്നെ നല്ലപോലെ തണുത്ത പാല് അത് ഉടച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 സ്കൂപ്പ് ഐസ്ക്രീമും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല രീതിക്ക് അരഞ്ഞ് വരണം. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നല്ലപോലെ ലൂസാക്കണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ലെങ്കിൽ കട്ട പോലെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുടിക്കാൻ പാകത്തിന് ലൂസായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ ഇതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊമഗ്രനേറ്റ് കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കോൺഫ്ലേക്സ്, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. പിന്നെ കപ്പങ്ങ നമ്മൾ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് കുറേ നേരം ഒരു 3-4 മണിക്കൂറൊക്കെ കയ്പ്പ് രസം വരില്ല. പക്ഷെ അധികം നേരം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നേരിയൊരു കയ്പ്പ് രസം വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതടിച്ചപ്പോൾ തന്നെ കുടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.